ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസ് ഏകദേശം 0.40% പോസിറ്റീവായിട്ടും നസ്ഡാക്ക് 0.30% നെഗറ്റീവായിട്ടും ട്രേഡ് ചെയ്യുകയാണ്. 168 പോയിൻറ്റ് ഡൗ ജോൺസ് പോസിറ്റീവാണ്, നസ്ഡാക്ക് 63 പോയിൻറ്റ് നെഗറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 66 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തിട്ടുണ്ട്. 66 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നു. മാർക്കറ്റ് മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് തന്നുവെങ്കിലും അവിടെ നിന്ന് ഏകദേശം 25,180 ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. 25,180 ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രാഡേ ചാർട്ടിൽ പറഞ്ഞാണ് മാർക്കറ്റ് 25,180 ആ ഒരു റേഞ്ചിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് SL വെച്ചിട്ട് തൊട്ടുമുകളിൽ SL വെച്ചിട്ട് താഴോട്ട് എൻട്രി നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് പിന്നെ നേരെ താഴോട്ടൊരു ഫോളാണ് ഉണ്ടായത്. മാർക്കറ്റ് 25,180 മുകളിൽ കയറിയിട്ടും കാര്യമില്ല. 25,240 മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് വരണം, എന്നാലേ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് പോകത്തുള്ളൂ. കാരണം പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഹയർ ഹൈ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ. ഓക്കെ, ഇന്നലത്തെ ലെവൽസ് വന്നിട്ട് ഇതിന് മുകളിൽ 15 മിനിറ്റ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് കോൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും. പക്ഷെ നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, പിന്നെ നേരെ താഴോട്ട് വന്നു. ഇന്നത്തെ ലെവൽസ് നമുക്ക് ഇന്ന് മാർക്കറ്റ് മിക്കവാറും ഒരു കൺസോൾട്ടേഷന് സാധ്യതയുണ്ട്. നാളെ എക്സ്പയറി ആണ്. ഇന്ന് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റിൽ എക്സ്പയറി ദിവസം നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവും. ഇന്നത്തെ ലെവൽസ് 25,100 ഓക്കെ, ഇന്നലത്തെ ലെവൽസ് തന്നെ പറഞ്ഞോട്ടെ. 25,180 ഇന്നലത്തെ ലെവൽസ് തന്നെയാണ്. 25,125 15 മിനിറ്റ്സിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് 180 ആണ്. കൃത്യമായിട്ട് നോക്കുക. 25,125 ഇടയ്ക്ക് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യണം മാർക്കറ്റ്. 25,125 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം, എങ്കിൽ മാത്രമേ മുകളിലോട്ട് എൻട്രി എടുക്കാവൂ. 25,180 കഴിഞ്ഞാൽ പിന്നെ 240 ആണ്. 240 ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. താഴോട്ടുള്ള ലെവൽസ് നോക്കാം. 25 ഇന്നലത്തെ ആ ഒരു 25,060 ഒരു ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് 25,060 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,60 ഓക്കെ. 25,060 താഴോട്ട് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടിയിട്ട് താഴോട്ട് ഒരു 15 മിനിറ്റ്സിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് 25,064 വെച്ചിട്ടുള്ളത്. വലിയ മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യത. എന്നാലും 25,000 വയ്ക്കാം. 25,000 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ഏരിയ 24,925 24,925. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ മാർക്കറ്റിലുള്ള ലെവൽസ്. കൃത്യമായിട്ട് 15 മിനിറ്റ്സിൻ്റെ ബ്രേക്കൗട്ട് നോക്കുക. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ ഇന്നലത്തെ സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സ്റ്റോക്സ് FASഉം
22 ജൂലൈ. ഓക്കെ, FIS സ്റ്റോക്ക് ഏകദേശം 3549 കോടിക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ DAS 5240 കോടിക്ക് ബൈയിങ്ങും ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസിൻ്റെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ FIS സ്ട്രോങ് കോൾ റേറ്റ് പുട്ട് റേറ്റിംഗ് തന്നെയാണ്, പുട്ട് ബൈയിങ് ആണ്. ഏകദേശം 1.78 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 20,000 സംതിങ് കോൾ ഓപ്ഷൻ സെല്ലിങ്ങുമാണ്. പ്രോയും 2.16 ലാക്ക് ക്വാണ്ടിറ്റി. മാർക്കറ്റ് വലിയൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളിൽ തന്നെ ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നുകൊണ്ട് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. മാർക്കറ്റ് ആ ഒരു കൺസോളിഡേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞാണ് 25,173, 25,150 താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കാം. 25,173 മുകളിൽ SL വെച്ചിട്ട് താഴോട്ട് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കൃത്യമായിട്ട് ഇവിടെ നിന്നൊരു ഓപ്പണിംഗ് തന്നതിന് ശേഷം മാർക്കറ്റ് പതിയെ താഴോട്ട് വന്നിരുന്നു. ഇതായിരുന്നു നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിരുന്ന ടാർഗറ്റ് 25,080. മാർക്കറ്റ് കൃത്യമായിട്ട് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് പിന്നെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇന്നലെ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. അതിൻ്റെ തലേന്ന് ആദ്യത്തെ ഒരു മണിക്കൂർ വലിയ മൂവ്മെൻറ്റ് തന്നതിന് ശേഷം പിന്നെ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. അപ്പോൾ മാർക്കറ്റിൽ ആദ്യത്തെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിലോട്ടാണ് ഇപ്പം സ്ഥിരമായിട്ട് പോകുന്നത്. ഡേറ്റയും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഇന്നലത്തെ ലൈവ് മാർക്കറ്റിലുള്ള ലെവൽസാണ്. ഓക്കെ, ഇന്ന് ചെറിയൊരു വൈഡ് CPR ആണ്. CPRനുള്ളിൽ തന്നെ മാർക്കറ്റ് ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇതിനുള്ളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ 25,092, 25,019 ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം എൻട്രി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നിന്നൊരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,092 താഴെയാണ് ഓപ്പൺ കിട്ടിയിട്ടൊരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,021, 25,000 വീണ്ടും 25,000 സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 25,092, 25,019 ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,142, 25,150. മാർക്കറ്റ് ഇന്നലത്തെ ഹൈ ഈ ഒരു ലെവൽ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇത് സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,225, 25,239 ഇത് ടാർഗറ്റ് വയ്ക്കാം. ഇതിന് മുകളിലൊരു ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യും, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു റിവേഴ്സ് എടുത്തുകൊണ്ട് ഒരു അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പ്രീ മാർക്കറ്റിൽ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.